നോമ്പെടുക്കുന്ന പല ആളുകളിലും ദഹന പ്രശ്നങ്ങളും അതുപോലെ തന്നെ പുണ്ണിന്റെ പ്രശ്നങ്ങളും കാണാറുണ്ട്. എന്താണ് അതിന്റെ കാരണം? ഈ നോമ്പ് കാലത്ത് നിർബന്ധമായും ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായും അത്താഴം നിർബന്ധമായിട്ടും കഴിക്കുക, അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത്താഴത്തിൽ നിർബന്ധമായിട്ടും സമീകൃതമായ ആഹാരം ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ ധാരാളമായി കഴിക്കുക, ഇലക്കറികളും പച്ചക്കറികളും അതോടൊപ്പം കഴിക്കുക. വെള്ളം ആവശ്യത്തിന് കുടിച്ചു എന്ന് ഉറപ്പുവരുത്തുക. തൈര് അല്ലെങ്കിൽ മോര് അത്താഴത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ല കാര്യമാണ്. 2, നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒരു കാരണവശാലും അമിതമായിട്ട് ഒറ്റയടിക്ക് ഭക്ഷണം കഴിക്കരുത്. പതിയെ പതിയെ ഘട്ടങ്ങളായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അതിൽ തുടക്കത്തിൽ തന്നെ കാരക്ക കഴിക്കുന്നത് അസിഡിറ്റി കുറക്കാൻ വളരെയധികം സഹായിക്കും. പച്ചവെള്ളം നല്ല രീതിയിൽ ആവശ്യത്തിന് കുടിക്കുക. ഒരു കാരണവശാലും മധുരപലഹാരങ്ങൾ അമിതമായി കഴിക്കരുത്. ജ്യൂസ് പോലെയുള്ളത് അമിതമായിട്ട് കഴിക്കരുത്. അതിനു പകരം ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഡയറക്റ്റ് കഴിക്കുക. നേന്ത്രപ്പഴം കഴിയുന്നതും ഒഴിവാക്കുക. അതേപോലെ തന്നെ എണ്ണക്കടികൾ കഴിവിൻ്റെ പരമാവധി കുറക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിയുന്നതും ഇശാ നമസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ തറാവി നമസ്കാരത്തിന് മുമ്പ് തന്നെ കഴിക്കുന്നതാണ് ഉത്തമം. കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യുന്നതാണ്.